ജൂലൈ 10 UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ വർദ്ധിച്ചു വരുന്ന മിലിറ്റന്റ് അറ്റാക്കുകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആക്രമണത്തിൽ 5 ആർമി പേഴ്സണൽസ് ആണ് കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ആർമി കൺവോയിനെ അറ്റാക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് 5 ആർമി പേഴ്സണൽസ് മരണപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂൺ 9 ഇതിന് മുന്നേ ഒരു ടെററിസ്റ്റ് അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. അത് ഒരു ബസ്സിൻ്റെ മേലെയായിരുന്നു. അതിൽ 9 പിൽഗ്രിംസും 33ഓളം ആൾക്കാർ ഇഞ്ചേർഡ് ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ഇൻസർജൻറ്റ് മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടായ ഒരു സ്ഥലമായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. എന്നാൽ കഴിഞ്ഞ കുറച്ച് 10-20 വർഷങ്ങളായിട്ട് ഈ ഒരു ഏരിയ അത്യാവശ്യം സമാധാനപൂർണ്ണമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ 2003 കൊണ്ടുവന്നുള്ള ഓപ്പറേഷൻ സർപ്പ് വിനാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ചും അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഗുജ്ജർ ബർക്കേവാൾ കമ്മ്യൂണിറ്റിയുടെ ലോക്കൽ സപ്പോർട്ടോട് കൂടിയിട്ട് നല്ല ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓപ്പറേഷൻ സർപ്പ് വിനാശ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻ്റലിജൻസിൽ നിന്നും, അതായത് അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള മിലിറ്റൻറ്റുകൾ ഉണ്ടോ എന്ന് ഇൻ്റലിജൻസ് കളക്ട് ചെയ്തിട്ട് അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു മെഷേഴ്സ് എടുത്തുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന ഒരുപാട് ആക്രമണങ്ങൾ സെക്യൂരിറ്റി ഫോഴ്സസിനെ ഓൾറെഡി അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോഴ്സസിനെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റും ആ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആ ഒരു മോട്ടീവിന് തന്നെ ചെറിയൊരു ഭീഷണിയാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നതിന് വ്യത്യാസമാവുന്നുണ്ട് എന്നുള്ളതും പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ 2 കാരണങ്ങൾ, ഒന്ന് ആ ഒരു മിലിറ്റന്റ് നമ്മുടെ ആർമി ഫോഴ്സസിൻ്റെ ആ ഒരു മോട്ടീവിനെ ബാധിക്കുന്ന കേസ്, അതുപോലെ തന്നെ ഈ ഒരു കൃത്യമായിട്ടുള്ള SOPs അവരുടെ ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യാത്തതും, ഇത് രണ്ടും ഒക്കെ ചെറിയൊരു വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതേസമയത്ത് ലൈൻ ഓഫ് കൺട്രോൾ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെറർ ഇൻസിഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ മാറ്റർ ഓഫ് കൺസേൺ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത് പിന്നീട് വയലൻസിലേക്ക്, കാരണം ടെററിസ്റ്റ് അറ്റാക്കുകൾ വർദ്ധിക്കുമ്പോൾ ലോക്കൽ ആൾക്കാർ അതിനെതിരെ പുറത്തേക്ക് വരും. കാരണം സിവിലിയൻസും അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട്, അവർ സുരക്ഷിതരല്ല എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പം അവരും പ്രതിഷേധമായിട്ടൊക്കെ പുറത്തേക്ക് വരും. സ്വാഭാവിക സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് കൂടും എന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ, അതായത് ചൈനയുമായിട്ടുള്ള ഇഷ്യൂസ് തുടങ്ങിയതോടെ 2020 ചൈനയുമായിട്ടുള്ള സ്റ്റാൻഡ് ഓഫ് ഇഷ്യൂ നമ്മൾ ഓൾറെഡി ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇഷ്യൂ തുടങ്ങിയതോട് കൂടിയിട്ട് കൂടുതൽ ആൾക്കാരെ ഈ ഒരു പ്രദേശത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ ആൾക്കാരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ലൈൻ ഓഫ് കൺട്രോളിൽ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട്, അതായത് ഇന്ത്യൻ ആർമിയുടെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ലോക്കൽ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യുന്നതിൽ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നേരത്തെയൊക്കെ ലോക്കൽ ഇൻ്റലിജൻസ് ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴി എവിടെയെങ്കിലും മിലിറ്റൻ്റ് ട്രെയിനിങ്ങുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയാൻ പറ്റുമായിരുന്നു, കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നമായിട്ട് പറയുന്നതായിട്ടുള്ളത്. അതായത് മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ കുറവാണ്. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ട്രൂപ്പിനെ ഇവിടെ ചൈന ഓക്യുപ്പൈഡ് ടെറിട്ടറി ആയിട്ടുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്ക് LACയിലേക്ക് മാറ്റിയതാണ്. അതേപോലെ മറ്റൊന്നാണ് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ആധുനിക ടെക്നോളജീസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവരുടെ ഇൻഫർമേഷൻസ് ലീക്ക് പ്രൂഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ വളരെ ആധുനിക ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതും അവരുടെ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സെക്യൂരിറ്റി ഓപ്പറേഷൻസും അവിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും മറ്റുമൊക്കെ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷനും നമ്മുടെ ആർമിയും ഇൻ്റലിജൻസ് യൂണിറ്റുമായിട്ടുള്ള ആ ഒരു മ്യൂച്വൽ ട്രസ്റ്റിനെയും ബാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ തുടർച്ചയായിട്ട് അവിടുത്തെ ലോക്കൽ ആൾക്കാർ എന്ത് ചെയ്യില്ല, കൃത്യമായിട്ട് ഇൻ്റലിജൻസ് ഇൻപുട്ട് തരുന്നില്ല. ഇതും നമ്മുടെ രാജ്യം ആ ഒരു ഇൻക്രീസ് ചെയ്യുന്ന ടെററിസ്റ്റ് അറ്റാക്കുകൾ ഇൻക്രീസ് ചെയ്യുന്നതിന് അത് വർദ്ധിച്ചു വരുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണങ്ങളെല്ലാം ഒന്ന് ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ ഇൻസർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഫോറിൻ ടെററിസ്റ്റുകൾ ഇത്തരം ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഫോറിൻ ടെററിസ്റ്റുകൾ എന്നുണ്ട് ഈ ഒരു ലൈൻ ഓഫ് കൺട്രോളിൽ അറ്റാക്കുകൾ ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മിലിറ്റൻറ്റുകൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ അകത്തേക്ക് കയറി വന്നിട്ട് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ
പുതിയ പുതിയ ടെറർ ഗ്രൂപ്പുകൾ ഫോം ചെയ്തുകൊണ്ട് അവർ അറ്റാക്കുകൾക്ക് നേതൃത്വം വഹിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നത്. കാരണം അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ ടെറർ ഗ്രൂപ്പുകളാണ് അവരാണ് അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുന്നത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റൂട്ട് കോസുകളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മൾട്ടി ലെയേർഡ് സ്ട്രാറ്റജി തന്നെ ആവശ്യമുണ്ട്. അതായത് വെറുതെ അവിടെ ട്രൂപ്പിനെ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ നിയോഗിക്കുന്നു എന്നതിലുപരിയായിട്ട് ഇൻ്റലിജൻസ് കളക്ടിങ് എങ്ങനെയാണ് ടെററിസ്റ്റുകളെ അഡ്വാൻസ്ഡ് ടെക്നോളജീസിനെ അഡ്രസ്സ് ചെയ്യുക തുടങ്ങിയുള്ളതിനൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മൾട്ടി ലെയേർഡ് സ്ട്രക്ചർ ആവശ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രാറ്റജി ആവശ്യമുണ്ട്. ഇപ്പോൾ വളരെ ക്വിക്കായിട്ട് വളരെ വേഗത്തിൽ ഡിസിസീവായിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം ഇത് വർദ്ധിച്ചു വരികയാണ്. നിയന്ത്രണത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ സിവിലിയൻസ് ഇതിന് ഗവൺമെന്റിനെതിരായി തീരും. കാരണം ആൾക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെന്റ് നൽകാൻ പറ്റുന്നില്ല എങ്കിൽ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ തിരിയും. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുന്നതിന് മുന്നേ റെസ്പോണ്ട് ചെയ്യുക, ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർത്തു വെക്കേണ്ടതായിരുന്നു. അടുത്തൊരു വാർത്ത റഷ്യ ഉക്രൈൻ വാറുമായി ബന്ധപ്പെട്ടാണ്. റഷ്യ ഉക്രൈൻ വാർ ഇതുവരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് റീസെൻ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ്. ആക്ച്വലി എഡിറ്റോറിയലായിട്ടാണ് വന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഉക്രൈനിൽ റഷ്യ മിസൈൽ അറ്റാക്ക് നടത്തിയിട്ട് ഏകദേശം 38ഓളം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ പറഞ്ഞത് ഇത് മിലിറ്ററി അതുപോലെ ഇൻഡസ്ട്രിയൽ ബേസസിനെയാണ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഉക്രൈൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിനെ സിവിലിയൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് ഡാമേജിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഉക്രൈൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ മിസൈൽസ് ആണ് സിവിലിയൻ സാധാരണ ആൾക്കാർ താമസിക്കുന്ന അവിടത്തേക്ക് പോയിട്ട് ഈ ഒരു ഡാമേജ് ഒക്കെ ഉണ്ടാക്കിയെന്നാണ് റഷ്യ പറഞ്ഞത്. അവർ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ ബേസിസിനെ മാത്രമാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു അറ്റാക്ക് നടക്കുമ്പോഴുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നാറ്റോയുടെ സമ്മിറ്റ് നടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആക്ച്വലി നാറ്റോയുടെ സമ്മിറ്റ് നടക്കുമ്പോൾ ഇവിടെ ഈ നാറ്റോയിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് ഫോർ ഉക്രൈൻ എന്ന പേരിൽ ഉക്രൈന് ആനുവൽ മിലിറ്ററി എയ്ഡ് നാറ്റോ കൺട്രീസ് നൽകാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ G7 അവർക്ക് ഫണ്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഈ ഒരു ഉക്രൈന് ആനുവൽ എയ്ഡ് അല്ലെങ്കിൽ മിലിറ്ററി എയ്ഡ് ഈ ഒരു നാറ്റോ നൽകുന്നതും കൂടി നമ്മൾ ഈ ഒരു സമ്മേളനത്തിൽ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിലാണ് റഷ്യ ഈ അറ്റാക്കുകൾ നടത്തുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ആക്ച്വലി ഇതിനിടയിൽ സെലൻസ്കി, അതായത് ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്ളോഡിമിർ സെലൻസ്കി, അദ്ദേഹം ബോസോയിലെത്തുകയും അദ്ദേഹം പോളണ്ടുമായിട്ട് ഒരു പുതിയ സെക്യൂരിറ്റി പാക്ട് ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നാറ്റോ മെമ്പർ കൺട്രിയാണ് പോളണ്ട് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഉക്രൈൻ്റെ എയർ സ്പേസിൽ വരുന്ന റഷ്യൻ മിസൈലുകളെയും ഡ്രോണുകളെയും അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോളണ്ടിന് അനുമതി നൽകുകയാണ് ആക്ച്വലി സെലൻസ്കി ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പം ഉക്രൈൻ്റെ എയർ സ്പേസിലേക്ക് വരുന്ന മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും പോളണ്ട് കൂടി അറ്റാക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളണ്ട് കൂടി ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി മാറും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റഷ്യ കാര്യമായിട്ടുള്ള ടെറിട്ടോറിയൽ ഗെയിൻസ് ഇട്ടിട്ടുണ്ട്. അതായത് ഉക്രൈൻ്റെ ഒരുപാട് പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കിയിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുന്നത്. പ്രത്യേകിച്ചും കാർഗിവ് ഒബ്ലാസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഒരുപാട് വില്ലേജ് പ്രദേശങ്ങൾ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള കാര്യമായിട്ടുള്ള ഒരു ഗെയിംസ് ഒന്നും തന്നെ ഉക്രൈനിന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഉക്രൈനും കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഉക്രൈൻ വീക്കാണ്. എന്നാലും റഷ്യക്ക് ഇതുവരെ ആ ഒരു യുദ്ധത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് റഷ്യയുടെ ക്യാപ്പബിലിറ്റിനെ ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതേസമയത്ത് ഉക്രൈൻ ആണെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഡ്രോൺ വാറിലും മറ്റുമൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രോൺ വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റഷ്യ അതിനെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയും ഉക്രൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. പലപ്പോഴും റഷ്യൻ ഷിപ്പുകളെ ഇൻകപ്പാസിറ്റി ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും റഷ്യയുടെ എനർജി ഡിപ്പോട്ടുകളെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് അറ്റാക്ക് ചെയ്യുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകദേശം 2.5 വർഷമായിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു മിലിറ്ററി സൊല്യൂഷൻ ഇതിന് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി റീസെൻ്റ് ആയിട്ട് റഷ്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കാണുന്നുണ്ട്. കാരണം മിലിറ്ററി സൊല്യൂഷൻ പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്ര പോസിബിൾ അല്ല എന്നുള്ള ഒരു ചിത്രത്തിലേക്കാണ് വരുന്നത്. കാരണം 2.5 വർഷമായി സ്വാഭാവികമായിട്ടും മറ്റുള്ള അല്ലെങ്കിൽ ബൈലാറ്ററൽ ടോക്ക് വഴിയോ അല്ലെങ്കിൽ സംസാരങ്ങൾ വഴിയുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളിലൂടെയുള്ള സൊല്യൂഷൻസ് മാത്രമേ സാധ്യതയായിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു സ്റ്റെപ്പ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ എടുക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റഷ്യൻ ട്രൂപ്പുകൾ പിടിച്ചടക്കിയ പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഉക്രൈന് റഷ്യൻ ട്രൂപ്പിനെ പിറകോട്ട്
പോകാൻ ഫോഴ്സ് ചെയ്തിട്ട് ആ സ്ഥലം തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണെന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ ടെറിട്ടറി കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ പ്രദേശങ്ങൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ തിരിച്ചു കിട്ടാതെ അവരൊരിക്കലും പുറകോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അതേസമയത്ത് നാറ്റോ കൂടി ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ടില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ഉക്രൈന് മിലിറ്ററി എയ്ഡ് നൽകിക്കൊണ്ട് ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, അതായത് യുദ്ധം തുടരട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നാറ്റോ സപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതേസമയത്ത് നാറ്റോയുടെ സോൺ എനിമി ആയിട്ട് നമുക്ക് റഷ്യയെ കാണാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും അതിനെതിരെ നാറ്റോ സപ്പോർട്ട് നൽകുന്നതിൽ അത്ഭുതമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങളെയും ഒരു ടേബിളിലേക്ക് കൊണ്ടുപോകുക, അവിടെ ചർച്ച ചെയ്തിട്ട് തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം നാറ്റോയും കൂടെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടിയിട്ട് യുദ്ധത്തെ കുറച്ചുകൂടി തീവ്രമായി മാറാനാണ് സാധ്യത. കാരണം കുറച്ചുകൂടി ഫണ്ടിങ് ആർക്ക് കിട്ടും? ഉക്രൈനിന് കിട്ടും, ആയുധങ്ങൾ കിട്ടും. അപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഓൾറെഡി ടോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം റഷ്യ സന്ദർശിച്ചപ്പോഴും ഇന്ത്യയുടെ ഈ ഡയലോഗിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറായിട്ട് ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു എഫേർട്ട് കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ജൂലൈ 23 നമ്മുടെ ഫൈനൽ ബഡ്ജറ്റ്, അതായത് 2024-25 ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്കിനെ സംബന്ധിച്ചുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ എന്താണ് ബഡ്ജറ്റിൽ നിന്ന് നമ്മുടെ രാജ്യം എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള സി രംഗരാജൻ, മുൻ RBI ഗവർണറാണ്, അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്ററുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിൻ്റെ മുൻ ചെയർമാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻസും ഒക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. കൂടുതൽ ദി ഹിന്ദ് ന്യൂസ് പേപ്പർ അനാലിസിസിനു വേണ്ടി പ്രതിമാസം 189 രൂപ എന്ന നിരക്കിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. യൂട്യൂബ് വഴിയും ലേണേഴ്സ് IAS ആപ്പ് വഴിയും ക്ലാസുകൾ കാണാവുന്നതാണ്.